ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും സുഖമാണ്. അതിഗംഭീര മഴയാണ്. നല്ല മഴ, കാറ്റ്, മരങ്ങൾ വീഴുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് സ്കൂള് 2 ദിവസം ലീവായിരുന്നു. മോൾക്ക് എക്സാം ടൈമാണ്. അപ്പോൾ ഇടയ്ക്ക് 2 ലീവ് കിട്ടിയപ്പോൾ പഠിക്കാനുള്ള ടൈം കിട്ടി. അപ്പോൾ നല്ല അത്യാവശ്യം മഴ. പിന്നെ ഇത് ഞാൻ തനിയെ വളർന്നൊരു പച്ചമുളകിൻ്റെ ചെടിയാണ് കേട്ടോ. നമ്മളിങ്ങനെ വേസ്റ്റ് കൊണ്ട് ഇടുമല്ലോ, തെങ്ങിൻ്റെ അടിയിലോട്ട് ഇടുന്ന സമയത്ത് അങ്ങനെ വന്നതാണ്. അപ്പോൾ അതിൽ കണ്ടൊരു കാറ്റപ്പില്ലർ ഉണ്ട്. അത് അതിൻ്റെ ഇലയെ ഫുള്ള് തിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല, ഭാഗം കഴിച്ചോട്ടെ എന്ന് വെച്ചു. സാധാരണ പച്ചമുളകിന് ഇങ്ങനെ നമ്മൾ വാങ്ങി വെച്ച തൈക്കൊന്നും ഒരു എരിവും ഉണ്ടാവില്ല. ഇതിന് പക്ഷെ നല്ല എരിവായിരുന്നേ. അപ്പോൾ എന്തായാലും ഇരിക്കട്ടെ പറഞ്ഞ് കുറച്ച് വളമൊക്കെ ഇട്ട്, തെങ്ങിനുള്ള വളം തന്നെ ഉണ്ടായിരുന്നു, അത് തന്നെ അത്യാവശ്യം നന്നായിട്ട് വരുന്നവരെ വരട്ടെ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പച്ചമുളക് കേട്ടോ. പിന്നെ കുറച്ച് വഴുതനങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ വേറെ വല്ല വീഡിയോയിലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോവാം. ഇന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്ന ഒരു ദം ബിരിയാണിയാണ്, കോഴിക്കോട് ദം ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണിയാണ്. സാധാരണ എനിക്ക് കുക്കർ ബിരിയാണി ഉണ്ടാക്കാനേ അറിയുള്ളൂ. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞപ്പോൾ ഞാൻ അതുപോലെ എപ്പോഴും ട്രൈ ചെയ്യും. അപ്പോൾ ആദ്യം ചിക്കൻ്റെ അകത്തോട്ട് മസാലയെല്ലാം നമ്മൾ സാധാരണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ഇതുപോലെ എല്ലാം സ്ലൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിരിക്കും കേട്ടോ. ഞാൻ 1 ഗ്ലാസ് റൈസിന് ഞാൻ 4 കുഞ്ഞ് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി പറഞ്ഞാൽ ചെറിയ ഉള്ളിയല്ല, ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ്, സവാളയാണ് എടുത്തിരിക്കുന്നത്. വലിയ സവാളയാണെങ്കിൽ 2 മതി. പിന്നെ 2 തക്കാളി, ഒരു അര ലെമൺ ജ്യൂസ്. പിന്നെ ആ എടുത്ത് വെച്ച ഉള്ളിയിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് വറക്കാൻ മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ ഞാൻ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ്, ഞാൻ പറഞ്ഞില്ല വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അങ്ങനെ വലിയ സ്മെല്ലൊന്നുമില്ല, അങ്ങനെ ഹെവി ആയിട്ടും തോന്നില്ല കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. കേക്കിൽ മാത്രം വെളിച്ചെണ്ണ എടുക്കരുത് എന്നേ ഉള്ളൂ. അപ്പോൾ അത് നല്ല ആ വെളിച്ചെണ്ണയുടെ സ്മെല്ല് വരും. അപ്പോൾ എന്തായാലും ബിരിയാണിയിലോട്ട് വറുത്തിടാൻ വേണ്ടിയിട്ട് കാഷ്യൂ ഒക്കെ വറുത്തെടുക്കുക. അപ്പോൾ ഞാൻ കാഷ്യൂ എടുത്ത് അതിനെ 4ആയിട്ട് പൊട്ടിക്കും കേട്ടോ. ഹാഫായിട്ട് എടുത്ത് വീണ്ടും പൊട്ടിക്കും. എനിക്ക് കുറച്ച് കൂടുതൽ വേണം, അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലിട്ടങ്ങ് വറുത്ത് എടുക്കുകയാണ്. പിന്നെ ഇവിടെ ഗ്രേപ്സ് ഒന്നും ഇട്ടാൽ ആർക്കും ഇഷ്ടമല്ല, മധുരം വരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ടില്ല, വെറും കാഷ്യൂ, നമ്മുടെ ഉള്ളിയും കൂടെ വറുത്തെടുത്തു, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിന് വേണ്ടി എടുത്ത് വെക്കേണ്ടത് മല്ലിയില, പുതിനയില എല്ലാം കുറച്ച് നന്നായിട്ട് അത്യാവശ്യം, ഇതൊക്കെ എത്രയുണ്ടോ അത്രയും ടേസ്റ്റാണ്. ഈ വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഈ മല്ലിയില ഇതൊക്കെ എത്രയോ ഉണ്ടെങ്കിലും അത്രയും ടേസ്റ്റ് വരും ബിരിയാണിക്ക്. പണ്ട് എനിക്ക് ഈ കുക്കർ ബിരിയാണി മാത്രമേ അറിയുള്ളായിരുന്നു. അപ്പോൾ ധന്യ എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്, അപ്പോൾ ആളാണ് പറഞ്ഞു തന്നെ. അതിനുശേഷം പിന്നെ ദം ബിരിയാണിയാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. കട്ട് ചെയ്ത് വെച്ചാൽ എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പണിയാണല്ലോ അങ്ങനെ. അപ്പോൾ ഇതിൽ ഞാനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിക്കനിൽ അങ്ങനെ വെളുത്തിരിക്കുന്ന ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ചെറിയൊരു ട്വിസ്റ്റ് ചെയ്തായിരുന്നു. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് വറുത്തെടുക്കും, എന്നിട്ട് ബിരിയാണിയിലോട്ട് ചേർക്കും, അങ്ങനെയാണ്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത്. 2 ഗ്ലാസ് വെള്ളം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, വഴനയില, പിന്നെ ജാതിപത്രി ഇല്ലേ അത് കുഞ്ഞൊരു പീസ്, പിന്നെ ആ സ്റ്റാർ പോലത്തെ ഉള്ള സ്പൈസില്ല അതും ഒന്നിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. നല്ല അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം നമ്മൾ ഓൾറെഡി ഒരു 30 മിനിറ്റ് കുതിർത്ത് വെച്ച അരിയായിരിക്കും കേട്ടോ, എന്നിട്ട് വാർത്ത് വയ്ക്കുക. ആ അരി അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഉപ്പും ലെമൺ ജ്യൂസും കൂടെ അതിൻ്റെ അകത്ത് ഒഴിക്കുക. എന്നിട്ട് നല്ല തിളയ്ക്കണം കേട്ടോ, നല്ല വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ ഇത് ഇടാൻ പാടുള്ളൂ. ഞാൻ ലെമൺ പിഴിഞ്ഞപ്പോൾ അതങ്ങ് വരണ്ടേ, ഉള്ള ശക്തി മൊത്തം എടുത്തിട്ട് ലെമൺ പിഴിഞ്ഞെടുത്തത് അങ്ങനെ. എന്നിട്ട് ലെമണും ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് സിമ്മിലോട്ട് വെച്ചിട്ട് 9 to 10 മിനിറ്റ്സ്, ഇതർ 9 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ്, കറക്റ്റ് 10 മിനിറ്റ്സ്, ഇതെല്ലാം ഫുള്ള് ടൈമർ വെച്ച് ചെയ്യണം കേട്ടോ. 10 മിനിറ്റ്സ് ആ സിമ്മിൽ വെച്ച് വെന്തതിന് ശേഷം ഇതെടുത്ത് മാറ്റി വയ്ക്കുക, ഒന്ന് ഇളക്കിയിട്ട് വയ്ക്കുക. പിന്നെ നമ്മൾ ഏതിലാണ് ബിരിയാണി ഉണ്ടാക്കുന്ന ആ പാൻ എടുത്തിട്ട്, ഞാൻ നേരത്തെ വറുത്ത എണ്ണയും നെയ്യും ഇല്ല, അതും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ എക്സ്ട്രാ ഇട്ട് ചിക്കൻ ആദ്യം ഒന്ന് വറുത്തെടുക്കുകയാണ്. ജസ്റ്റ് 3 മിനിറ്റ്സ്, ഒരു സൈഡ് 3 മിനിറ്റ്സ് ഇടും, തിരിച്ച് 3 മിനിറ്റ്സ് ഇടും, അങ്ങനെ ടോട്ടൽ 6 മിനിറ്റ്സ് എടുക്കുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് പേരിന് ആ കളറൊക്കെ അതിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഇവിടെ ബിരിയാണിയിൽ ഇങ്ങനെ അങ്ങനെ ആ കളർ ഒരുമാതിരി നമ്മൾ ബിരിയാണിയിൽ എടുക്കുമ്പോൾ ചിക്കൻ ചിലപ്പോൾ കളർ ഉണ്ടാവില്ലല്ലോ, ബിരിയാണിയുടെ കളർ തന്നെയല്ലേ ഉണ്ടാവുക. അപ്പോൾ അതിവിടെ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ നേരത്തെ പുരട്ടി വെച്ച് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് 3 മിനിറ്റ്സ് മാറ്റി 2 ഭാഗവും ഫ്രൈ ചെയ്തെടുക്കുക.
എന്നിട്ട് അതേ എണ്ണയിലോട്ട് തന്നെ നമ്മൾ ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായി വഴന്നതിന് ശേഷം നമ്മൾ സാധാ പ്രൊസീജിയർ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇട്ടിട്ടുള്ള പേസ്റ്റ് ഓരോന്നോരോന്നായിട്ട് ചേർക്കുക കേട്ടോ. ഇത് അങ്ങനെ ഒത്തിരി അങ്ങ് വഴന്ന് അങ്ങനെ വെള്ളം പോലെ വരണമെന്നൊന്നുമില്ല. ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം, അത്ര തന്നെയുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് തക്കാളി ഇടണം. പിന്നെ മല്ലിയില പുതിനയില നമ്മൾ മാറ്റി വെച്ചില്ല, കുറച്ച് ഗാർണിഷ് ചെയ്യാൻ ദമ്മിന് വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഇടണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല ഈ തക്കാളി നന്നായിട്ട് വഴന്ന് വരണം. എന്നിട്ട് ഇതെല്ലാം വഴന്നതിന് ശേഷം നമ്മൾ എന്താ പറയുക, ഇതിൽ പച്ചമുളകിൻ്റെ എരിവാണല്ലോ, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ തന്നെ പച്ചമുളക് അത്യാവശ്യം ചേർത്തിട്ടുണ്ട്. പിന്നെ ചിക്കനിൽ ഓൾറെഡി നമ്മൾ പുരട്ടി വെച്ച മുളകുണ്ട്, അത് കാരണം എക്സ്ട്രാ മുളക് പൊടി ചേർക്കുന്നില്ല. മല്ലിപ്പൊടി മാത്രം ഒരു 2 സ്പൂൺ, 2 ചെറിയ സ്പൂൺ അല്ലെങ്കിൽ വലിയൊരു ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കുറച്ച് ബിരിയാണി മസാലയോ ഇല്ലെങ്കിൽ ഗരം മസാലയോ ചേർക്കാം. ഞാൻ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ബിരിയാണി മസാല കേട്ടോ, അതൊരു 1 സ്പൂണ്, ചെറിയൊരു സ്പൂണ് അതും ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ചിക്കൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ, ഫ്രൈ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡീപ്പ് ഫ്രൈ ഒന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് ചിക്കനും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു അര ഗ്ലാസ് കൂടെ വേണ്ട, ഒരു 1/4 ഗ്ലാസ്, കാരണം ചിക്കനിലും വെള്ളം ഇറങ്ങുമല്ലോ, 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒരു 3 മിനിറ്റ്സ് ഈ ഒന്ന് ചിക്കൻ ഒന്നൊന്ന് വേകാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു 3 മിനിറ്റ്സ് അടച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ ചിക്കനെല്ലാം പിടിച്ചു, അതൊരു 3 മിനിറ്റ് വീണ്ടും നമ്മൾ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് വറ്റും കേട്ടോ. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച അരി അതിൻ്റെ മുകളിലിട്ടിട്ട് ദമ്മ് പരിപാടിയാണ് ഇത്. ഈ സമയത്ത് സ്റ്റൗ എല്ലാം ഓഫാക്കി വെക്കണം. എന്നിട്ട് നന്നായിട്ട് ഞാൻ ഒരു ഗ്ലാസ്സല്ലേ ഉള്ളൂ വെള്ളം, റൈസ് ഉള്ളു. അപ്പോൾ അങ്ങനെ 3 ലെയറും 2 ലെയറും ഒന്നുമില്ല, ഒരു ഭാഗം ചിക്കൻ ഒരു ഭാഗം റൈസ്, അങ്ങനെ തന്നെ. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുക റൈസ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ച ഫ്രൈഡ് കാഷ്യൂവും പിന്നെ മല്ലിയില പുതിനയില ഓണിയൻ, ഫ്രൈഡ് ഓണിയൻ അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വെക്കുക. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാപ്പാലിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യുക. ഞാനിവിടെ തേങ്ങാപ്പാലല്ല എടുത്തിരിക്കുന്നത്, നമ്മുടെ എന്താ റെഡിമെയ്ഡ് തേങ്ങാ പൗഡർ ഇല്ലേ, കോക്കനട്ട് മിൽക്ക് പൗഡർ ഇല്ലേ, അത് വെച്ചിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാനിതിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ ഒരു സ്പൂണ് നെയ്യും കൂടെ, ഞാൻ നെയ്യെല്ലാം കുറച്ച് ഒത്തിരി ഓയിലി ആയിരിക്കില്ല എൻ്റെ ബിരിയാണി. എന്നിട്ട് അതിലോട്ട് കുറച്ച് നെയ്യും കൂടെ, ചെറിയൊരു സ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ട് നമ്മൾ അലുമിനിയം ഫോയിലില്ലേ അത് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കണം. ഇതുപോലെ തന്നെ നന്നായിട്ട് അലുമിനിയം ഫോയിൽ വെച്ച് നന്നായി പ്രസ് ചെയ്ത് വെച്ച് സൈഡിൽ നിന്ന് ഉള്ളിലത്തെ ആ സ്റ്റീമൊന്നും പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡെല്ലാം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കണം, സീൽ ചെയ്ത് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ആ സ്മെല്ലും ആ ദമ്മെല്ലാം പോവും, യൂസ് ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ഇതെങ്ങനെ ദമ്മ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ദോശക്കല്ല് ആദ്യം ഒന്ന് നന്നായി ചൂടാക്കി വെക്കും. എന്നിട്ട് സിമ്മിലോട്ട് വെച്ചിട്ട് ഇതെടുത്ത് മേലെ വെക്കും. എന്നിട്ട് കറക്റ്റ് 15 മിനിറ്റ്സ് നോക്കണേ, അലാം വയ്ക്കണം. 15 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞതും എടുത്ത് താഴെ വയ്ക്കുക. എന്നിട്ട് കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ സാധാരണ ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ കഴിക്കാൻ, അത്രയ്ക്ക് കുറച്ച് മതി. അപ്പോൾ പിന്നെ ഞാനെടുത്ത വീഡിയോ ഒക്കെ എവിടെയോ മിസ്സായിപ്പോയി, അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്താണ്. ഇതാണ് കേട്ടോ ബിരിയാണി, പിന്നെ ഇതാണ് കഴിക്കാൻ വേണ്ടി എടുത്തത്. അടിപൊളിയല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.